എല്ലാം കഴിഞ്ഞ് അവസാനം കൂടെ പറുദീസയിലേക്ക് ഈശോയുടെ കൂടെ പോയത് ഒരു കള്ളനാണ്. അത്രയും നാൾ കൂടെ നടന്ന് പഠിച്ചതും പ്രാർത്ഥിച്ചതുമൊക്കെ ആയ ശിഷ്യന്മാരെല്ലാം പുറത്തായി. അപ്പം പള്ളിയിലും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നടക്കുന്ന നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവസാനം അകത്തോ പുറത്തോ. യേശുക്രിസ്തുവിന്റെ വലത്തുഭാഗത്ത് കിടന്ന കള്ളനോട് ക്രിസ്തു ഇന്ന് നീ പർദീസയിൽ ആയിരിക്കുമെന്ന് പറഞ്ഞു. ഇതിന്റെ നീതി എന്താണ്? ബൈബിളിൽ സ്വർഗത്തെക്കുറിച്ചൊക്കെ പല കാര്യങ്ങൾ പറയുന്നെങ്കിലും വ്യക്തിപരമായിട്ട് ഒരാളോട് സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ഒരു സംഭവമാണിത്. യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ഇടതും വലതുമായിട്ട് രണ്ട് കള്ളന്മാരെന്ന് കരുതപ്പെടുന്ന രണ്ടുപേരെ കുരിശിൽ തറച്ചു. രണ്ടുപേരും ക്രിസ്തുവിനോട് രണ്ട് ആറ്റിറ്റ്യൂഡിൽ ആണ് അവിടെ അവരുടെ വേദനകളിലൂടെ കടന്നു പോകുന്നത്. ഒരാൾ ക്രിസ്തുവിനെ വെല്ലുവിളിക്കുക, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെയും എന്നെയും രക്ഷിക്കുക. അയാളുടെ ഭാഗത്ത് ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ദാഹമോ ഒരനുതാപമോ ഒന്നും കാണുന്നില്ല. വലത് കിടക്കുന്ന കള്ളൻ, നീ സ്വർഗരാജ്യത്തായിരിക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ, ഒരു അനുതാപാർദ്രമായൊരു മനസ്സോടുകൂടെ യേശുവിനോട് സംസാരിക്കുന്നതും ഉടൻ തന്നെ ഉത്തരം ലഭിക്കുന്നതും, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ഇവിടെ ചോദ്യം, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കട്ടും മോഷ്ടിച്ചുമൊക്കെ നടന്ന ഒരാൾക്ക് മരണത്തിൻ്റെ സമയത്ത് ക്രിസ്തുവിൻ്റെ അടുത്തെത്തി ആ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം സ്വർഗം കിട്ടി. അതിലെന്ത് നീതിയാണുള്ളതെന്ന്. അതായത് ജീവിച്ചിരിക്കുമ്പോൾ നല്ലതുപോലെ ജീവിക്കുന്ന പലർക്കും സ്വർഗം കിട്ടുന്നില്ല, നല്ലതുപോലെ ജീവിക്കാത്ത ഒരാൾക്ക് കിട്ടി. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മറുഭാഗത്ത് കിടക്കുന്നതാണ് കുഴപ്പം. നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ജീവിതത്തിൽ നല്ലതുപോലെ ജീവിക്കുന്നവർക്കും കിട്ടി, നല്ലതല്ലാതെ ജീവിക്കുന്ന ആൾക്കും കിട്ടി. അങ്ങനെ സംസാരിക്കുമ്പം ചിന്തിക്കുമ്പം നീതികേടിൻ്റെ പ്രശ്നം ഇത്തിരി കുറയും. നമ്മൾ അത് ചിന്തിക്കാതെ പറഞ്ഞാൽ, മോശമായിട്ട് ജീവിച്ച ഒരാൾക്ക് കിട്ടി, നല്ലതുപോലെ ജീവിച്ച ഒരാൾക്ക് കിട്ടിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് പറയാൻ പറ്റുന്നത്, നല്ലതുപോലെ ജീവിച്ചാലും മോശമായിട്ട് ജീവിച്ചാലും സ്വർഗം കിട്ടുന്നെങ്കിൽ അതിനകത്ത് എന്ത് നീതിയാണെന്നുള്ളതാണ്. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ കരുണയാണ് ഈ സ്വർഗരാജ്യത്തിൻ്റെ അടിസ്ഥാനം. ദൈവം എല്ലാവരോടും കരുണ കാണിക്കുന്നു. മനുഷ്യന്റെ ഭാഗത്തെന്ന് പറഞ്ഞാൽ, ഒരാൾ നല്ലതായിട്ട് ജീവിക്കണമെന്നുള്ളൊരു കടമ അയാൾക്കുണ്ടെങ്കിലും പല കാരണങ്ങളാൽ അത് ജീവിക്കാൻ കഴിയാതെ പോകുന്ന മനുഷ്യന് ആത്മാർത്ഥമായ അനുതാപം ഉണ്ടെങ്കിൽ, ആ അനുതാപത്തിൻ്റെ ഹൃദയത്തോടെ ദൈവത്തോട് തിരിഞ്ഞാൽ അദ്ദേഹത്തിന് പറുദീസയിലേക്ക് പ്രവേശിക്കാം ദൈവത്തിൻ്റെ കരുണയിൽ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരിടമാണിത്. ദൈവത്തെ പൂർണ്ണമായി റിജക്റ്റ് ചെയ്യുകയും ഒരിക്കലും അനുതാപമില്ലാതിരിക്കുകയും ചെയ്യുകയും ആ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് അനുതാപമില്ലാത്ത ജീവിതത്തിലൂടെ തുടരുന്ന ഇടതുഭാഗത്തെ കള്ളൻ ആ സ്വർഗീയ അനുഭവം ലഭിക്കുന്നില്ല. അപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് ഏറ്റവും മിനിമം അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യം ഉണ്ടാകേണ്ട ഒരു ഘടകം അനുതപിക്കുക. ആ അനുതാപത്തിന് ഒരു ഫലമുണ്ട്. നിങ്ങളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും സ്വർഗീയമായ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു നീതിയുടെ പ്രശ്നമുണ്ട്. അതൊന്ന് സോൾവ് ചെയ്യണമെങ്കിൽ മറ്റൊരു ഉപമയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. പലരെയും ജോലിക്ക് വിളിക്കുന്ന ഒരു യജമാനൻ്റെ കഥ. 1-ാം മണിക്കൂറിൽ വന്നൊരാൾ ജോലി ചെയ്തു, 2-ാം മണിക്കൂറിൽ വന്നൊരാൾ ജോലി ചെയ്തു. അങ്ങനെ പല പല സമയത്താണ്. നമ്മളിപ്പോൾ രാവിലെ 8 മണിക്കാണ് ജോലി തുടങ്ങുന്നതെങ്കിൽ, ഒരു വീട് പണി നടക്കുകയാണെങ്കിൽ 8 മണിക്ക് വന്ന് 2 പേര് ജോലി ചെയ്യുന്നു, കുറച്ച് പേര് 9 മണിക്ക് വരുന്നു, കുറച്ച് പേര് 10 മണിക്ക് വരുന്നു. അവസാനത്തെ മണിക്കൂറിൽ, ബൈബിൾ അത് 11-ാം മണിക്കൂറിൽ എന്നാണ് പറയുന്നത്, വന്ന് 1 മണിക്കൂർ മാത്രം ജോലി ചെയ്തു. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം കൂലി കൊടുത്തപ്പോൾ 1000 രൂപയാണ്
ഒരു ദിവസത്തെ കൂലി. അപ്പം ആദ്യം വന്നാൾക്ക് 1000 കൊടുത്തു. അപ്പം അവസാനത്തെ മണിക്കൂർ വന്നാൾക്ക് എത്ര കിട്ടേണ്ടത്? നോക്കി നിൽക്കുമ്പം ഉടമസ്ഥൻ അവസാനത്തെ മണിക്കൂറിൽ വന്നാൾക്കും 1000 തന്നെ കൊടുത്തു. ഈ ഒരു നീതികേടിന്റെ പ്രശ്നമേ നമുക്കിവിടെ കാണാനുള്ളൂ. അപ്പൊ ചോദിച്ചു, ഇതെന്ത് നീതിയാണ്? ഈ അവസാനം വന്ന ആളും ആദ്യത്തെ മണിക്കൂറിൽ വന്ന ആളെയും ഒരുപോലെ തുലനം ചെയ്തത് എന്തിനാണ്? അവിടെ ഒരു വ്യത്യസ്തത വേണ്ടേ? ആ വ്യത്യസ്തത ദൈവത്തിനില്ല എന്നുള്ളതാണ്. ദൈവം പറഞ്ഞ എന്താണെന്നറിയോ? അവിടെ മറുപടി, നിനക്ക് ന്യായമായത് നിനക്ക് ലഭിച്ചോ? 1000 രൂപയാണ് കൂലിയെങ്കിൽ നിനക്ക് ആ കൂലി കിട്ടിയോ? കിട്ടി. എങ്കിൽ പിന്നെ കുറച്ചു നേരം ജോലി ചെയ്ത് അവൻ ആ കൂലി അത്രയും കിട്ടിയല്ലോ എന്ന് ഓർത്ത് നീ വിഷമിക്കണ്ട. നീ നോക്കേണ്ടത് നിനക്ക് അർഹമായത് കിട്ടിയെന്നുള്ളതാണ്. പക്ഷേ അവസാന മണിക്കൂറിൽ വന്നവന് അതേ കൂലി കൊടുത്ത എൻ്റെ ഔദാര്യത്തെ നീ എന്തിനു ചോദ്യം ചെയ്യുന്നു? എൻ്റെ സ്നേഹം ഇതാണ്. ഈ 1-ാം മണിക്കൂറിൽ വന്ന നീ നാളെ ഒരു ദിവസം 11-ാം മണിക്കൂറിൽ വന്ന അന്ന് നീ ഈ കരുണ മനസ്സിലാക്കും. ഇപ്പൊ നീ മാറി ചിന്തി. ഈ ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് അഗാധമായി പറയുന്ന ഒന്നുകൂടിയാണ്, ജീവിതത്തിന്റെ അവസാനത്തെ മണിക്കൂറിൽ ക്രിസ്തുവിന്റെ അടുത്തെത്തിയ ഒരു കള്ളൻ, അയാൾ നല്ല കള്ളനായി മാറും. അനുതപിക്കുന്ന മനുഷ്യന് ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ദൈവം സ്വർഗീയമായ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇവിടെയാണ് ഒരുപക്ഷെ നമ്മൾ ആദ്യം ചോദിച്ച ഒരു കാര്യമുണ്ടല്ലോ, സ്വർഗം നരകം ശുചീകരണ സ്ഥലം എന്നൊക്കെ. അപ്പൊ പറുദീസയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ നല്ലതുപോലെ ജീവിച്ച ആളും പരമപരിശുദ്ധനായി ജീവിച്ച ആളും ഈ ജീവിതം മുഴുവൻ മോശമായിട്ട് ജീവിച്ച ആളും ഒരുപോലെ സ്വർഗം അനുഭവിക്കുന്നു ഒന്നും ആകണമെന്നില്ല. മറിച്ച് അതാണ് ശുദ്ധീകരണ സ്ഥലം. അയാളെ സ്വർഗത്തിലേക്ക് ദൈവം ക്ഷണിക്കുന്നു. അയാളുടെ പാപക്കറകളൊക്കെ കഴുകപ്പെട്ട് ഹൃദയശുദ്ധിയുടെ ആ പ്രഭയിൽ അയാൾ ദൈവത്തിലേക്ക് എത്തും. ദൈവം പക്ഷേ അയാളുടെ പാപങ്ങൾ മൂലം ആ ഒരു സ്വർഗം അയാൾക്ക് നിഷേധിക്കില്ല. ജീവിതത്തിന്റെ അവസാന മണിക്കൂറിൽ എത്തിയ ഒരാൾക്കും ആ ഒരു സ്വർഗ സമ്മാനം ഉണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ നല്ല കള്ളനിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വർഗം മരണത്തിന് ശേഷം മാത്രം ലഭിക്കുന്ന ഒന്നാണോ? ജീവിച്ചിരിക്കുമ്പോൾ നാം അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയും മാത്രം ചെയ്താൽ മതിയോ? നമ്മളിപ്പോൾ ഈ ചോദിച്ച ചോദ്യമില്ലേ, ഇതാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ കൂടുതൽ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്. ഇതുവരെ നമ്മളൊരു ധാരണകൾ, സ്വർഗം നരകം ശുചീകരണ സ്ഥലം, അതെങ്ങനെയാണ് എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ചിന്തിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം സ്വർഗത്തിന് വേണ്ടി എന്നതിൻ്റെ ഒരു കൃത്യമായ ചോദ്യമാണ് ഇപ്പം നമ്മളിപ്പോൾ ഈ ചോദിച്ചിരിക്കുന്നത്. ഈ പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയൊക്കെ ചെയ്താൽ മതിയോ? മരിച്ചു കഴിയുമ്പോൾ അങ്ങ് സ്വർഗത്ത് പൊക്കോളുവോ? ഇല്ല. അനുതാപത്തിലൂടെ സ്വർഗത്ത് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ അർത്ഥം ഒരാൾ ബോധപൂർവമായി അങ്ങൊരു തീരുമാനം എടുക്കുക എന്നുള്ളതല്ല. കാരണം എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, എപ്പോഴെങ്കിലും ഒരു മരണത്തോട് അടുക്കുന്നതൊക്കെ തോന്നുമ്പം ഒന്ന് അനുതപിക്കാം. അതൊക്കെ ദൈവം ഒരുപക്ഷെ ഒന്നും അറിയുന്നില്ല എന്നൊരു അവിശ്വാസത്തിൽ നിന്നുണ്ടാകാവുന്ന ചിന്തകളേ ഉള്ളൂ. അതിനൊന്നും അർത്ഥമില്ല. മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനൊരു സ്വർഗമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമുക്കുള്ള ഉത്തരവാദിത്തം? ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടിയായി മാറുകയാണ്. വെറുതെ സ്വർഗത്ത് പോകാൻ വേണ്ടി കാത്തിരിക്കുകയല്ല. എങ്ങനെയും ജീവിച്ചിട്ട് കാത്തിരുന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു കുമ്പസാരിച്ചു, അതുകൊണ്ട് മരിച്ചു, ദേ പോയി സ്വർഗത്തോട്ട്. അങ്ങനല്ല. നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമുണ്ട്, ആത്മീയ ചരിത്രം. ബൈബിൾ തുടങ്ങുന്ന ഉൽപ്പത്തിയിൽ നിന്ന് അവിടെ വായിക്കുന്നത് എന്താ? ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെ തുടങ്ങി ഓരോന്ന് സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുകയാണ്. ഓരോന്ന് സൃഷ്ടിച്ചിട്ട് അവിടെ പറയുന്നതാണ്, താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. ഇത് കണ്ടത് ദൈവമാണ്. ആ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? സമ്പൂർണ്ണ നന്മയുടെ ഉറവിടമാണ്. ദ പെർഫെക്റ്റ് ഗുഡ്നസ്.
ആ ദൈവം സൃഷ്ടിച്ചാൽ അത്രമേൽ നല്ലതേ സൃഷ്ടിച്ചു. അത്രമേൽ നല്ലത് സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, സൃഷ്ടിച്ചത് അത്രമേൽ നല്ലതാണെന്ന് ദൈവം കണ്ട് വെരിഫൈ ചെയ്ത് സർട്ടിഫൈ ചെയ്തു എന്നൂടെ ബൈബിളിൽ പറയുന്നു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ, ദൈവം സൃഷ്ടിച്ചത് ഒരു സ്വർഗം തന്നെയല്ലേ? ദൈവം ഒരു സ്വർഗമാണ് സൃഷ്ടിച്ചത്. ആ സ്വർഗത്തെ ഒന്ന് പല കഷ്ണങ്ങളാക്കി മാറ്റിയാൽ ആകാശമെന്ന്, ഭൂമിയെന്ന്, കടലെന്ന്, മരമെന്ന്, പ്രപഞ്ചമെന്ന്, പക്ഷിയെന്ന്, മനുഷ്യനെന്നൊക്കെ പറയാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവം ഒരു സ്വർഗം സൃഷ്ടിച്ചു. എന്നിട്ട് ഈ സ്വർഗം കാത്തു സൂക്ഷിക്കാൻ ദൈവം തൻ്റെ ചൈതന്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷെ പിന്നെ സംഭവിച്ചത് എന്താ? നമ്മൾ പറയുന്നത് ആദം അല്ലെങ്കിൽ ഹവ്വ, ആദ്യത്തെ മനുഷ്യൻ അരുതാത്ത കനി ഭക്ഷിച്ചു. എന്താ ഈ അരുതാത്ത കനി എന്ന് പറഞ്ഞാൽ? ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഫലങ്ങളും അയാൾക്കുള്ളതാ. എന്നിട്ടും ആ ഒരു അത്യാർത്തിയിൽ എല്ലാം കടന്നു പോയിട്ട് അരുതാത്ത കനി അടർത്തി മാറ്റി എന്ന് പറഞ്ഞാൽ, എടുത്തു എന്ന് പറഞ്ഞാൽ ഒരു പ്രപഞ്ചത്തിൻ്റെ തുണ്ടടർത്തി മാറ്റി എന്ന് പറഞ്ഞാൽ, ദൈവം സൃഷ്ടിച്ച സ്വർഗത്തിൽ ആ സ്വർഗം കാത്തു സൂക്ഷിക്കാനായിട്ട് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ ഐക്യത്തിൽ നിന്ന് പുറത്തു വന്നു. ആ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ദൈവം നൽകിയ സ്വർഗപ്രപഞ്ചത്തിലേക്ക് കൈവച്ച് ആ പ്രപഞ്ചത്തിൻ്റെ ഒരു തുണ്ടടർത്തി മാറ്റി. പിന്നെ അങ്ങോട്ട് കാര്യങ്ങൾ മാറുമ്പം സഹോദരന്മാർ തമ്മിൽ കലഹം, ഒരാൾ ഒരാളെ തല്ലിക്കൊല്ലുന്നു. അങ്ങനെ പോയി ഈ സ്വർഗം മെല്ലെ മെല്ലെ അതിൻ്റെ ശോഭ കെട്ടുപോയി. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ രസകരമായിട്ടൊരു വരി വായിക്കുന്നുണ്ട്. ഞാൻ ആകാശത്തേക്ക് നോക്കി, അതിൻ്റെ പ്രഭ കെട്ടുപോയിരിക്കുന്നു. ദൈവം സൃഷ്ടിച്ച സ്വർഗം മനുഷ്യൻ തൊട്ട് മെല്ലെ മെല്ലെ അതിൻ്റെ ശോഭ മങ്ങിപ്പോയി. ഇപ്പം നമ്മൾ പറയുന്നത് എന്താ? ഈ വർഷത്തെ ചൂടാണ് കൊടും ചൂടെന്ന. ഓരോ വർഷവും ഇങ്ങനെ ചൂട് കയറിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ പറയുന്നത് ആഗോള താപനം, ലോകം മുഴുവൻ ചൂടാകുന്നു. തീ കത്തുമ്പം വെള്ളം ഒഴിച്ച് തീ കെടുത്തതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം ചിലപ്പോൾ കടലിൽ തീ കത്തും, മലകൾ ഉരുകുന്നു, തണുത്ത സ്ഥലങ്ങൾ, തണുത്ത് ശീതീകരിക്കപ്പെട്ട് നിൽക്കുന്ന വിദേശ രാജ്യങ്ങളിൽ വെയിൽ കൊണ്ട് ആൾക്കാർ മരിക്കുന്നു. ഡിസംബറിൽ വരേണ്ട കാറ്റ് സമയം തെറ്റി ഫെബ്രുവരിയിൽ വരുന്നു, ചിലപ്പോൾ വരുന്നില്ല. എന്ന് പറഞ്ഞാൽ സ്വർഗം മെല്ലെ മെല്ലെ മിഴികടച്ച് ഒരു നരകമായി മാറി. അപ്പൊ ഇവിടാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമുക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി പ്രാർത്ഥനയായിട്ട് കാത്തിരിക്കുന്ന ഒരാളാകരുത്. മറിച്ചെന്താ? റീഗെയിൻ ദ ലോസ്റ്റ് പാരഡൈസ്. നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറക്കാർ പല കാര്യങ്ങളിലൂടെ നഷ്ടപ്പെടുത്തിയ ഒരു സ്വർഗത്തെ നമ്മൾ തിരിച്ചു പിടിക്കണം. നമ്മൾ കണ്ടില്ലേ, കോവിഡ് ഒരു സ്വർഗത്തെ മനുഷ്യൻ നരകമാക്കിയതാണ്. പ്രളയം, ഇതെല്ലാം കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ ഉണ്ടാകുന്നതാണ്. പുഴയിൽ എറിയപ്പെട്ട മാലിന്യങ്ങൾ, ശുദ്ധമായ ജലം മനുഷ്യനെങ്ങനെ മലിനമാക്കി. അങ്ങനെ പല പല കാരണങ്ങളില്ലാതെയും മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥത മൂലം സ്വർഗം ഇതാ നരകമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പൊ ഇനി ഈ നരകത്തിലിരുന്നു കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകാമെന്ന് ചിന്തിക്കുന്നത് ഒരു ആധ്യാത്മികമായ ചിന്തയല്ല. മറിച്ച് ആധ്യാത്മികമായ ചിന്ത എന്ന് പറയുന്നത് മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ ഈ സ്വർഗത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ളൊരു ആത്മാർത്ഥമായ ജീവിതം നമുക്കുണ്ടാകണം. ഇത് നമ്മുടെ ഒരു കണ്ടെത്തൽ മാത്രമല്ല, ബൈബിൾ അക്ഷരാർത്ഥത്തിൽ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഈ ഭൂമിയിൽ ജീവിച്ച് അവസാനം എന്താണെന്ന് ചോദിക്കുന്നിടത്ത് ബൈബിൾ അന്ത്യവിധിയെക്കുറിച്ചാണ് പറയുന്നത്. അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നത് ഒടുവിൽ മരിച്ചെത്തുന്ന മനുഷ്യനെ ഇടതും വലതും തിരിച്ചിട്ട് വലതുഭാഗത്ത് നിൽക്കുന്നവരോട് പറയും, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, സന്ദർശിച്ചു. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിത്യ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇടതുഭാഗത്ത് നിൽക്കുന്നവരോട് പറയുന്നത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടില്ല, കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ സന്ദർശിച്ചില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് അവർ നിത്യനരകത്തിലേക്ക്. അപ്പോ നിങ്ങൾ ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്വർഗം പണിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
ഒരു പാവപ്പെട്ടവന് നിങ്ങൾ എന്തു ചെയ്തു? ദാഹിക്കുന്നവന് നിങ്ങൾ കുടിക്കാൻ കൊടുത്തോ? വിശക്കുന്നവന് ഭക്ഷിക്കാൻ കൊടുത്തോ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വർഗം പണിതിട്ടുണ്ടെങ്കിൽ അതാണ് മരണാനന്തരം സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ വാതിൽ എന്ന് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നു. അപ്പം മരണാനന്തരമുള്ളൊരു സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സൃഷ്ടിച്ചെടുക്കുന്ന സ്വർഗത്തിൻ്റെ മറ്റേ അറ്റമാണ്. നമ്മുടെ ഈ മണ്ണിലെ ജീവിതവുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. രസകരമായിട്ട് പറഞ്ഞാൽ മദർ തെരേസ നമുക്കറിയാമല്ലോ, ഒരുപാട് കുഞ്ഞുങ്ങളെയും രോഗികളെയൊക്കെ ശുശ്രൂഷിക്കുന്ന. ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരാൾ ചോദിച്ചെന്നാണ് പറയുന്നത്, മദർ എങ്ങോട്ട് പോകുന്നു? അപ്പം മദർ പറഞ്ഞ് സ്വർഗത്തിലോട്ട് പോകുന്നു. അപ്പം അയാൾ ചിരിച്ചു. കാരണം ഈ മദർ തെരേസ വലിയ വിശുദ്ധയാണെങ്കിലും തമാശ പറയുമല്ലോ എന്ന് ഓർത്തിട്ട. പക്ഷേ ഞാൻ സ്വർഗത്തിലോട്ട് പോകുന്നു എന്ന് മദർ പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ ഭൂമിയിൽ നടത്തുന്ന എല്ലാ യാത്രകളും സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. ഈ യാത്രയുടെ അറ്റം, അങ്ങേ അറ്റമാണ് മരണാനന്തര സ്വർഗം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഭൂമിയിൽ തികച്ചും വ്യത്യസ്തമായൊരു യാത്ര നടത്തിയാൽ ആ എതിർദിശയിലേക്ക് നമ്മൾ യാത്ര പോകും. അതിനെ നരകമെന്ന് വിളിക്കാം. പക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്വർഗം പണിത് നമ്മൾ ജീവിച്ചാൽ നമ്മൾ അതിൻ്റെ അങ്ങേയറ്റത്തേക്ക് എത്തുന്നു. നമ്മൾ ഒരുപാട് മുന്നോട്ട് യാത്ര ചെയ്യുന്നവരാണ്. ഈ മുന്നോട്ടുള്ള എല്ലാ യാത്രകളും നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന യാത്രകൾ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ യാത്രയുടെ അങ്ങേ അറ്റങ്ങളിൽ നമ്മൾ എത്തുന്നു. അങ്ങനെ ഇവിടെ നിന്ന് തന്നെയാണ് സ്വർഗം ആരംഭിക്കേണ്ടത്. മരണാനന്തരം വെറുതെ കിട്ടുന്നൊരു സൗജന്യമായിട്ട് ഇതിനെ കാണാതെ ഞാൻ ഇവിടെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സൗഹൃദങ്ങളിൽ, ഈ ലോകത്തിൽ തന്നെ എനിക്കാവും വിധം ഒരു സ്വർഗം പണിതാൽ ഞാൻ പണിയുന്ന ആ സ്വർഗത്തിലൂടെ അതിൻ്റെ മറ്റേ അറ്റത്തേക്ക് ഞാൻ യാത്ര പോകും. ഒരാളുടെ വ്യക്തിപരമായ മാനസാന്തരം അയാളെ സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കുമോ? വ്യക്തിപരമായ മാനസാന്തരം കൊണ്ട് മാത്രം ഒരാൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുമോ? എനിക്ക് തോന്നുന്നു ഈ ചോദ്യത്തിൻ്റെ കാരണം നമ്മളിപ്പോൾ പറഞ്ഞ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്വർഗരാജ്യം സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ മറ്റേ അറ്റത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുന്നത്. അത് മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെയാണ്. അതിനൊരു പൊതുപ്രവർത്തനത്തിൻ്റെ സ്വഭാവമുണ്ട്. അതല്ലാതെ വ്യക്തിപരമായ ജീവിതം, എനിക്കൊന്ന് അങ്ങനെ ഒരു വ്യക്തിപരമായ മാനസാന്തരത്തിൻ്റെ ജീവിതം അത് വ്യക്തിപരമായി ഒതുങ്ങുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ചെറിയ കഥയിലൂടെ നമുക്കത് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഒരു അപ്പൻ്റെ അടുത്ത് മകൻ, ഒരു 4 വയസ്സുള്ള മകൻ കളിക്കണമെന്നും പറഞ്ഞ് ചെല്ലുകയാണ്. ഈ മകനെ തൽക്കാലം ഒഴിവാക്കിയിട്ട് വേണം അപ്പന് വേറെ ജോലി ചെയ്യാൻ. അപ്പനപ്പം ഒരു ഭിത്തിയിലൊരു വേൾഡ് മാപ്പ് കണ്ട് ഈ മാപ്പ് പല കഷ്ണങ്ങളായി മുറിച്ച് വാരി ചിതറിപ്പോയി. ഇത് ഇങ്ങനെ വിതറിയിട്ടിട്ട് പറഞ്ഞ്, നീ ആ വേൾഡ് ലോകം റെഡിയാക്കിയിട്ട് വാ, അപ്പം കളിക്കാമെന്ന്. അതിനുശേഷം വേറെ കളി. അപ്പനറിയാം ഈ 4 വയസ്സുള്ള പയ്യൻ ഇന്ത്യ എവിടെ, ചൈന എവിടെ, അമേരിക്ക എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ. അവൻ അതും പിടിച്ച് തിരിച്ചും മറിച്ചും ഇരിക്കും. അങ്ങനെ ഈ മകനെ ഒഴിവാക്കിയിട്ട് വേറെ ഇച്ചിരി ജോലിക്ക് അപ്പം പോയപ്പോൾ മകൻ പുറകെ ഓടി വരുന്നു. അപ്പ വേൾഡ് റെഡിയാക്കി. അപ്പം പറഞ്ഞ് തമാശ എടുക്കാതെ റെഡിയായി. അപ്പം ചെല്ലുമ്പോൾ കാണുന്നത് ഈ 4 വയസ്സുള്ള പയ്യൻ ലോകം കറക്റ്റാക്കി. അമേരിക്ക, പാകിസ്ഥാൻ, ഇന്ത്യ, ചൈന എന്ന് വേണ്ട, ഈജിപ്റ്റ്, ആഫ്രിക്ക എല്ലാം കറക്റ്റ്. ഈ കൊച്ചു പയ്യൻ എങ്ങനെ ഇതെത്ര കൃത്യമായിട്ട് അറിയാം? അപ്പൻ അത്ഭുതത്തോട് വെച്ചപ്പോൾ പയ്യൻ പറഞ്ഞ്, അപ്പൻ കീറിയിട്ട ഈ വേൾഡ് മാപ്പിൻ്റെ മറുഭാഗത്ത് ഒരു ചേട്ടൻ്റെ പടം ഉണ്ടായിരുന്നു. ഞാൻ അയാളുടെ കൈയും കാലും തലയൊക്കെ കറക്റ്റാക്കി വെച്ച്, എന്നിട്ട് അടുത്ത് തിരിച്ചു വെച്ചപ്പോൾ വേൾഡ് റെഡി. ഇതാണ് വ്യക്തിപരമായ മാനസാന്തരം എന്ന് പറയുന്നത്. വ്യക്തിപരമായ മാനസാന്തരം കൊണ്ട് ഒരാൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ചോദിച്ചാൽ പ്രവേശിക്കും. കാരണം വ്യക്തിപരമായ മാനസാന്തരം ആ വ്യക്തിക്ക് വേണ്ടി ഉതകുന്നതല്ല, മാത്രമല്ല വ്യക്തിപരമായ മാനസാന്തരം അതിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കും. അത് അയാളുടെ കുടുംബത്തിലും ചുറ്റുവട്ടത്തുമൊക്കെ മെല്ലെ മെല്ലെ സ്വർഗം സൃഷ്ടിക്കും. അങ്ങനെ വ്യക്തിപരമായതിലൂടെ മറ്റുള്ളവരിലേക്ക് സഞ്ചരിക്കും. ആ സഞ്ചാരം അതിൻ്റെ പരിസമാപ്തിയിൽ എത്തുമ്പോൾ മരണാനന്തരം സ്വർഗത്തിൻ്റെ പൂർണ്ണമായ അനുഭവത്തിലേക്ക് ഒരാൾ എത്തും.